ഹരിയാനയിലെ കിസാറിൽ മകളുടെ ക്രൂരപീഡനത്തിന് ഇരയായി അമ്മ. ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ ആരോ പങ്കുവച്ചപ്പോഴാണ് ഈയൊരു സംഭവം പുറംലോകം അറിയുന്നത്. അമ്മയായ നിർമ്മലാദേവിയെ ആക്രമിച്ചതിന് മകൾ ഹൃദയയുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യുവതി അമ്മയെ കടിക്കുകയും നിന്റെ ചോര ഞാൻ കുടിക്കും എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നു. അവർ അമ്മയെ കടിക്കുക മാത്രമല്ല, തല്ലുന്നതും മുടിയിൽ പിടിച്ച് വലിക്കുന്നതും ആക്രമിക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു. സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി നൽകാത്തതിന്റെ പേരിലാണ് യുവതി അമ്മയെ ക്രൂരമായി ആക്രമിച്ചത്. അമ്മയെ യുവതി വീട്ടുതടങ്കലിൽ വച്ചിരിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ്, എക്കാലവും ജീവിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നെല്ലാം യുവതി അമ്മയോട് ആക്രോശിക്കുന്നത് വീഡിയോയിൽ കാണാം. അതേസമയം ഹൃദയയുടെ സഹോദരനായ അമർദീപ് സിംഗ് ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞതാണെങ്കിലും ഹൃദയും ഭർത്താവും അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. അമ്മയെ തടവിലാക്കുകയും നിരന്തരം സ്വത്തിനു വേണ്ടി ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. 65 ലക്ഷത്തിന് നേരത്തെ ഒരു സ്വത്ത് വിറ്റ പണവും ഹൃദ കൈക്കലാക്കിയിരുന്നു. താൻ വീട്ടിൽ വരുന്നത് സഹോദരി വിലക്കിയിരിക്കുകയാണ്. കള്ളക്കേസ് നൽകും എന്നാണ് ഭീഷണിയെന്നും അമർദീപ് പറയുന്നു. അതേസമയം ആസാദ് നഗർ പോലീസ് സ്റ്റേഷൻ മേധാവി ഇൻസ്പെക്ടർ സാധുറാം NDTVയോട് പറഞ്ഞത് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റിംഗ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 പ്രകാരമാണ് യുവതിയുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. അതേസമയം സ്വത്തിന്റെ പേരിൽ ഇപ്പോൾ ആക്രമണ സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെ തുടർന്ന് വലിയ കൊലപാതകങ്ങൾ വരെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ വരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരം മനസ്സ് മരവിപ്പിക്കുന്ന സംഭവങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും വാർത്തകളുമെല്ലാം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. അത്തരത്തിലൊരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി നൽകാത്തതിന്റെ പേരിലാണ് യുവതി അമ്മയെ ക്രൂരമായി ആക്രമിച്ചത്. അമ്മയെ യുവതി വീട്ടുതടങ്കലിൽ വച്ചിരിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ക്രൂരമായ രീതിയിലാണ് അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ ആരാണ് പകർത്തി പുറത്താക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം നിരന്തരം വീട്ടുതടങ്കലിലാക്കുകയും ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. സഹോദരനെയും ഈ വീട്ടിൽ കയറ്റാൻ അനിയത്തി അനുവദിച്ചിരുന്നില്ല. അനിയത്തിയും ഭർത്താവും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസം. കല്യാണം കഴിച്ചുവിട്ടിട്ടും ഇവിടെ തന്നെ വന്ന് താമസിക്കുകയായിരുന്നു. അതും അമ്മയോട് ക്രൂരമായ രീതിയിൽ പെരുമാറിക്കൊണ്ട്. എന്തായാലും പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വത്തിനു വേണ്ടി തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ക്രൂര പീഡനം എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്.